Magic morning. Magic morning. Magic morning. Magic morning. Morning. Magic morning to all. ബിമാജിക്കിന്റെ 2046 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ സൂം മീറ്റിലേക്ക് എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സർവോപരി ഇന്ന് ക്ലാസ് എടുക്കുന്ന നൗഫൽ സാറിനെ സ്നേഹത്തോട് സ്വാഗതം പറയുന്നതിനോടൊപ്പം ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ഡെയിലി റൂട്ടീൻ. നൗഫൽ സാർ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. വളരെ സന്തോഷം. ഇന്ന് ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തൊക്കെ അപേക്ഷിച്ചിട്ട് മുസ്തഫ സാറൊക്കെ കുറച്ച് നാളായി നമ്മളിതിലേക്ക് കണ്ടിട്ട്, അതുപോലെ തന്നെ പലരെയും. അപ്പോ ഇന്ന് പറയാൻ വന്ന ഒരു ക്ലാസ് ആയിട്ടല്ല, നമ്മളൊരു കോൺവെർസേഷൻ രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഡെയിലി റൊട്ടീൻ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങള് ഇതെങ്ങനെ ചെയ്യാന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇത് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് മാറ്റം വരുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഒരു 5 വർഷം മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാല് 10 മണിക്കായിരുന്നു എനിക്ക് ജോലിക്ക് പോകേണ്ടത്. അപ്പൊ ഞാനൊരു 9 മണിക്കൊക്കെ എഴുന്നേൽക്കും. 9 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് സമയമൊക്കെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകും. ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു ജീവിതം തന്നെ പറയാം. പക്ഷെ ഈ ബിമാജിക്കിൽ വന്നതിന് ശേഷം എൻ്റെ ഡെയിലി റൊട്ടീൻ മൊത്തത്തിൽ ചേഞ്ച് ആയി. കാരണം ഒരുപാട് കൾച്ചറുകൾ, ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ഭാഗമായിട്ട് ഒരു ടൈം പീരീഡ് വെച്ചു. അതിനനുസരിച്ച് ജീവിതം നല്ല രീതിയിൽ എന്തായി ഡെവലപ്പ് ആയി. പിന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം എന്താണ് ബിമാജിക്കിലുള്ള മുഴുവൻ ആളുകൾക്ക്, ചിലപ്പോൾ പുതിയ ആളുകൾക്ക് അറിയില്ല, ചിലപ്പോൾ പഴയ ആളുകൾക്ക് അറിയാം. പക്ഷെ എന്നോട് അടുത്ത ആളുകൾക്ക് അറിയാം എന്തെല്ലാം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പിന്നിലുള്ളത് സത്യം പറഞ്ഞാല് ഒരു 95% ബിമാജിക്കാണ്. ബിമാജിക്കിന്റെ കൾച്ചറും അതുപോലെ തന്നെ അതിലുള്ള അംഗങ്ങളൊക്കെ മെന്റേഴ്സ് ഒക്കെ. മുമ്പ് നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കളോട് പറയും, ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പേരൻസിനോട് ചോദിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഇതിലുള്ള അറിവ് കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്താ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിമിതികൾ വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഭയത്തോട് കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചോദിച്ചാലും പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ പറയാനും വളരെ ക്ലാരിറ്റിയോട് കൂടി മറുപടി. ഒരു മെന്റർ അല്ല, ഒരുപാട് മെന്റേഴ്സ് ഉള്ള ഒരു ബിമാജിക്. അതുപോലെ തന്നെ സെൽഫ് സാറുണ്ട്, പല ആളുകളുണ്ട്. ഒരു ബിസിനസിനെ കുറിച്ച് ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് അറിയാനോ അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഇതിനൊക്കെ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, എന്റെ ഡെയിലി റൊട്ടീൻ എന്താക്കി പിന്നെ മാറ്റിയത്. 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്റെ ഡെയിലി റൊട്ടീനിൽ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ ഇതിലുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ റിമൈൻഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. സത്യം പറഞ്ഞാല് ഈ 5-6 വർഷം മുമ്പ് നമ്മളെ നോൽമ്പിന്റെ സമയം, അതായത് റംസാൻ മാസം ഇപ്പൊ വരാനിരിക്കുകയാണ്. ഈ സമയത്ത് വരെ പുലർച്ചക്ക് ഞാൻ എഴുന്നേൽക്കില്ലായിരുന്നു. മുമ്പ് രാത്രി ആ ഭക്ഷണം കഴിച്ച് കിടക്കും. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല, തണുപ്പ് അല്ലെങ്കിൽ മഴ, ആ കാലാവസ്ഥ വരുന്ന സമയത്തൊക്കെ ഇതിനോട് മല്ലടിച്ച് എഴുന്നേൽക്കാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും, രാത്രി കാലങ്ങളിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കും. എന്നിട്ട് ഉമ്മയോട് പറയും ഇന്ന് രാവിലെ വിളിച്ചാൽ മതി. അപ്പൊ ഈ ഉറക്കം എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം, ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ ക്ലിയർ ആയിട്ട് കിട്ടും. ശരിക്ക് ശാന്തതയോട് കൂടിയുള്ള നല്ല ഉറക്കം. ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ ശരിക്ക് പുകവലിയേക്കാൾ മാരകമാണെന്നാ പറഞ്ഞത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനാട്ടിലും ഭയങ്കര ഡേഞ്ചറാണ്. വളരെ തീരെ ഉറങ്ങാത്ത ഇപ്പോഴത്തെ തലമുറ 2-3 മണിക്കൂർ, ആ സമയം വരെ 3 മണി വരെ ഫോണിലും അതുപോലെ തന്നെ നമ്മളെ നഗരങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു പ്രകൃതമാണ്. അപ്പൊ അതിനൊക്കെ വെച്ച് അതേപോലെ തന്നെയാണ് ഓവറായിട്ട് ഉറങ്ങിയാലും. അതായത് ഞാനൊക്കെ അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ സമയമൊക്കെ ഉപ്പയെ ഓർക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നേരത്തെ ഇഷ കഴിഞ്ഞ് ഒരു 9 മണി 10 മണിക്ക് കിടന്നാല്
11 മണി, ചിലപ്പോൾ 10 മണി, ചിലപ്പോൾ 9:30 ആ സമയത്ത് എണീക്കുക. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ കരുതും 10 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കഴിയും. 10 മണിക്കൂറൊക്കെ ഉറങ്ങിയിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറക്കം കൂടുതലായി കഴിഞ്ഞാലും എന്താണ്, മന്ദഗതിയിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്. ഞാൻ എന്താ എന്റെ ഡെയിലി റൂട്ടീൻ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് അത് പതിവാക്കി. അത് ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്യും. വീണ്ടും ഇതിലേക്ക് വരും. സുഹൃത്തുക്കളെ കൂടെ നടക്കാൻ പോകാനൊക്കെ അവർ വിളിക്കും മുമ്പ്. അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ അടുത്തുള്ള ആളുകളൊക്കെ വിളിക്കും. അങ്ങനെ അത് കുറച്ചു കാലം മുന്നോട്ട് പോകും, വീണ്ടും ബാക്കിലോട്ട് പോകും, മുന്നോട്ട് പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബി മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ബി മാജിക്കിലേക്ക് കയറുന്നത്. 5 AM ക്ലബ് 4 AM ക്ലബിലേക്ക് അതിന് മുമ്പ് കുറച്ച് ദിവസം പോയി. പക്ഷെ അത് 4 മണിയായപ്പോൾ തീരെ പറ്റുന്നില്ല. അങ്ങനെ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സത്യം പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിലേക്ക് തുടരാൻ കഴിഞ്ഞത്. കാരണം ഇതൊരു പാകമുള്ള സമയമാണ്. ഒരു 5 മണിക്ക് 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞാലും 5 മണിക്ക് എഴുന്നേൽക്കാലും 5:30 എഴുന്നേറ്റാലും നമുക്ക് നമ്മളെ ഡെയിലി റൊട്ടീൻ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ 5 മണിക്ക് ഇപ്പം പ്രയറിന്റെ സമയം 5:30 ആയതുകൊണ്ട് ചെറിയൊരു മാറ്റ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കാല് കുത്തി എഴുന്നേൽക്കുന്ന മുമ്പ് തന്നെ ഞാൻ എന്താക്കും, ഒന്ന് കണ്ണടക്കും. കണ്ണടച്ചിട്ട് ആദ്യം പറയാൻ എന്താ, ഒരു ഗ്രാറ്റിറ്റ്യൂഡാ പറയാ. അതായത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കാൻ സാധിച്ചത് ഈ പ്രപഞ്ച ശക്തിയായ ദൈവത്തിന് നന്ദി. അത് പറഞ്ഞ ആ ഒരു ഒറ്റ വാചകം അത് പറഞ്ഞ് ഒന്നിരുന്ന് ഒരു 3 ബ്രീത്തിങ് എടുത്ത് ഞാൻ ഇറങ്ങും. ഒന്ന് റീഫ്രഷ് ആവും, പ്രയറിലേക്ക് കിടക്കും. ദൈവഭക്തിയുള്ള ആളുകളാണ് ഇതിലൊക്കെ ഉള്ളത്, അല്ലെ? ദൈവവിശ്വാസികളായ ആളുകളാണ്. അപ്പൊ പ്രയർ നമുക്ക് നല്ലൊരു ശാന്തതയും സമാധാനം തരും. അപ്പൊ മുൻപൊക്കെ എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിനോട് അത് തരണം, അല്ലെങ്കിൽ ഇത് തരണം, അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അതൊക്കെ ഈ ബിമാജിക്കിൽ വന്നതോടുകൂടി ആ കൾച്ചറൊക്കെ മാറി. കിട്ടിയതിന് നന്ദി പറയലോടി. അതായത് പ്രയറിൽ പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല മാതാപിതാക്കളെ നൽകിയതിന് നന്ദി, നല്ല വാഹനങ്ങൾ നൽകിയതിന് നന്ദി, നല്ല വീട് നൽകിയതിന് നന്ദി, നല്ല മക്കളെ നൽകിയതിന് നന്ദി, നല്ല ജോലി അല്ലെങ്കിൽ നല്ല സംരംഭം, സ്ഥാപനം, അങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഞാനൊരു മുമ്പൊരു കഥ, ഒരു ക്ലാസ് അങ്ങനെ ഇതിൽ കേട്ടതാ. കാരണം നമ്മൾ ഒരാളോട് 1000 രൂപ വാങ്ങി അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഒരാൾ നമുക്ക് തന്നു, വീണ്ടും അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുകയാണ് ഒരു 1000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ ഒരു 5000. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകൾക്ക് വീണ്ടും തരാനുള്ള താല്പര്യം ഉണ്ടാവുമോ? നേരെ മറിച്ച് കിട്ടിയതിന് അന്ന് അദ്ദേഹം തന്ന് നമ്മളെ സഹായിച്ചതിന് നമ്മൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നന്ദി പറയണം അദ്ദേഹത്തോട്, നമ്മളന്ന് തന്നത് വലിയൊരു ഉപകാരമായിട്ട്, അതിന് നന്ദി. അല്ലെങ്കിൽ അപ്പൊ അതേ മെത്തേഡ് തന്നെ ദൈവത്തിനോടും ഈ കിട്ടിയതിന് നമ്മൾ എന്താക്കുക, അനുഗ്രഹങ്ങൾക്ക് കിട്ടാത്തത് ചോദിച്ചു വാങ്ങി അല്ലെ കിട്ടിയത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിനായിട്ട് താല്പര്യം എന്താണ്, നമ്മൾ കിട്ടിയതിന് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായതിനു ശേഷം ഒരുപാട് പുസ്തകങ്ങളിലൊക്കെ പഠിച്ചതിനു ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എന്താക്കി പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുത്തി. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നല്ല കാഴ്ചയുള്ള കണ്ണുകള്, നല്ല ആന്തരിക അവയവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതിനൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ എന്താക്കും, എന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ച് നേരെ മെഡിറ്റേഷനിലേക്ക് കിടക്കും. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും ചെയ്യുന്ന ആരാ, ഇതിൽ മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളുമില്ല. പക്ഷെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏകാഗ്രതയോടുകൂടി ചെയ്യണം. ഈ ഏകാഗ്രതയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് ഡെയിലി റൊട്ടീനിന്റെ ഭാഗമായി മാറണം. ഇന്ന് ചെയ്ത് ഇല്ല നാളെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ വീക്കിലി നമുക്ക് ഞായറാഴ്ച ചെയ്യാൻ ക്ലാസ് ഇല്ല, ഞായറാഴ്ച ചെയ്യണ്ട, അങ്ങനെയല്ല. ഈ മെഡിറ്റേഷൻ എന്ന സംഭവം നമ്മൾ ദിനചര്യയായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ്. അത് രാവിലെയും രാത്രിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്താലുള്ളത് വെച്ചാൽ നമുക്ക് എനിക്ക് വന്ന ഒരുപാട് ഗുണങ്ങൾ പറയാം. പെട്ടെന്ന് കോപം വരുന്ന ഒരാളാണ്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കോപം വരും. അപ്പൊ ഈ കോപത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കോപം വരാതെ ആവാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ മനസ്സ് ശാന്തമായിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുക. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളെ മുഖം തന്നെ കണ്ടാൽ അറിയാം ചില ആളുകൾ. അപ്പൊ നമുക്ക് അത്ര വലിയ ജ്ഞാനം കിട്ടിയില്ലെങ്കിലും നമ്മളെ ജീവിതത്തിൽ ദിവസേനുള്ള ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളെ കരിയറിലൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല വ്യക്തത കിട്ടും. ശാന്തമായ മനസ്സ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ഈ മെഡിറ്റേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പോ
നമ്മൾ എന്താക്കുക, ഒരു ലിസ്റ്റ് എഴുതി വെക്കുക. അത് ഫോണിൽ എഴുതി, ഇന്റേതൊക്കെ പറഞ്ഞാല് ഞാൻ എന്റെ ഫോണിൽ പറഞ്ഞാല് എന്റെ പിന്നെ ഇതായിട്ടാണ് ഞാൻ എഴുതിയത്. അതായത് എന്റെ ഒരു പിന്നെ ഫോൺ ലോക്ക് ആകുമ്പോൾ വാൾപേപ്പർ ആയിട്ട് ഈ ഒരു ടു ലിസ്റ്റ് പോലെ ഉണ്ടാവും. 5 മണിക്ക് വോക്കപ്പ്, പിന്നെ പ്രയർ ഇന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ, അതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നാൽ എന്താ പറയുക, നമുക്ക് തോന്നിയ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്താക്കുക, കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്. ഇപ്പൊ വിമാജിക്കിന്റെ കൾച്ചർ ആയതുകൊണ്ട് ഈ തുടക്കത്തിലുള്ള 2 കാര്യങ്ങൾ നമ്മൾ പിന്നെ ഓർഡറിൽ ചെയ്യും. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാജിക്കിന്റെ ക്ലാസ് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് പോയാൽ നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചെയ്യുമ്പോൾ, അത് എഴുതി വെക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാഡ് ഹാബിറ്റ് എന്നല്ല, നമ്മളെ ഈ ഡെയിലി റുട്ടീന്, ഈ പറഞ്ഞ കൾച്ചറുകൾ നമ്മൾ സ്ഥിരമായിട്ട് 21 ദിവസം ചെയ്താല് അത് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഇതിൽ പല ആളുകൾ പറയും, ഇതിനൊന്നും നമ്മൾ ബാക്കോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കാതെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിന്റെ ഒരു സുഖം നമ്മളെ മനസ്സിന്, ആ പഴയകാല ദുശീലങ്ങളൊന്ന് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്ത് ഇതിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മാജിക്കിലേക്ക് എന്നല്ല, നമ്മളെ ലൈഫിന്റെ ആ കൾച്ചർ തന്നെ മാറി. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഈ 7 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയാൽ പിന്നെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. ഈ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്ക് 2 ദിവസം കൊണ്ട് 7 മണിക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു 6 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് ആയി കുറച്ച് കഠിനമായ പ്രയാസമാണ്. അപ്പൊ നമ്മൾ കൺസിസ്റ്റൻസി എന്നാണ് ഇതിന്റെ ഒക്കെ പിറകിലുള്ള ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു സംഭവം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യട്ടെ, അഫർമേഷൻ ചെയ്യട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യട്ടെ, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ വിജയിക്കും. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ പിന്നെ എന്താക്കും, വിമാജിക്കിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെയിലി റൊട്ടീന്റെ ഭാഗമായിട്ട് ഉള്ളൊരു കാര്യമാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനൊരു സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട ദിവസങ്ങളിലൊന്നും ഇനി ഞാൻ പറയാൻ പോകുന്ന ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. കുറച്ച് ദിവസങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പിന്നെ കൂടുതലും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ദിവസങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അതിൽ ഉള്ള പ്രധാനപ്പെട്ടതാണ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളതാണ്. ഇത് എഴുതുന്ന നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് എന്നും അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ടേബിള് ഒരു സ്ഥലത്ത് തന്നെ എന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ റൂമിൽ ഫോൺ ആ ഒരു സ്ഥലം റെഡിയാക്കി വെക്കുക. അവിടെ നമ്മൾ എന്താക്കുക, തലേ ദിവസം അല്ലെങ്കിൽ അതിലൊരു മേശയിലോ മേശപ്പുറത്തോ അല്ലെങ്കിൽ നമ്മളെ ആ വലിപ്പിന്റെ ഉള്ളിലോ ഒരു ബുക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ഒരു ബുക്ക്, ഒരു പെന്ന് അവിടെ ഉണ്ടായിരിക്കുക. അതെന്നും അവിടെ തന്നെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആ പെന്ന് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് എഴുതാൻ ഉപയോഗിക്കണ്ട. ഒരു പെന്ന് 5 രൂപ കൊടുത്തിട്ട് അത് അതിനു വേണ്ടി ആ പുസ്തകത്തിൽ മാത്രം അവിടെ വെക്കുക. പിന്നെ അത് തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ തലേ ദിവസം ഫോണായാലും ഒക്കെ ചാർജ് ചെയ്ത് ഹെഡ്സെറ്റ് ഇട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്, എക്സസൈസിന്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് വരികയാണ്. ആ ഡ്രസ്സുകളൊക്കെ എന്താക്കുക, വാക്കിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളെ ആങ്കറിലേക്ക് തലേ ദിവസം തന്നെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഷൂ ഒക്കെ റെഡി, സോക്സ് ഒക്കെ റെഡി ആക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്താ, ഒന്നാമത് മടി കാണില്ല, നേരെ അത് തിരയുമ്പോ വേറെ ശ്രദ്ധ വേറെയിലേക്ക് പോവില്ല. പിന്നെ അത് ചെയ്യാൻ വേണ്ടി മനസ്സ് ഇന്ന് തന്നെ പ്രിപ്പയർ ആയിരിക്കും നാളെ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് കൂടുതൽ പിന്നെ ഇതില് പറയേണ്ട ആവശ്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ എഴുതുന്ന ആളുകളാണ്. അപ്പോ എഴുതാത്ത ആണെങ്കിൽ ഞാൻ പറയും, ഇതിന്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ആത്മവിശ്വാസം ക്രമേണ ഉയരും എന്നുള്ളതാണ്. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാണ്, അറിയും എന്നാൽ പോലും ഓർമ്മ കിട്ടാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അത് ആത്മവിശ്വാസം നമുക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഭയം പിന്നെ ഭയം ഒക്കെ ഇല്ലാതാവും. പിന്നെ സ്വയം സംശയം കുറയും. സംസാരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് മാറ്റം വരും. ശരീരഭാവം പോലും പോസിറ്റീവായിട്ട് മാറും. അതായത് നമ്മൾ നമ്മളോട് തന്നെ പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരുന്നുള്ള ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി പറഞ്ഞാൽ വളരെ നന്ദിയായിരിക്കും. നമുക്ക് പരാതി പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. പരാതി പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവില്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രയും താങ്ക്സ്ഫുൾ ആയിരിക്കും നമ്മളെ ലൈഫ്. ഒരു കുറ്റോ ഒരു പരാതിയോ മറ്റുള്ളവരെ കുറിച്ചിട്ടോ നമ്മളെ കുറിച്ചിട്ടോ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക്
നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ആളെ ഗ്രാറ്റ്ഫുൾ ആയിരിക്കും. എന്താ വിശേഷം എന്ന് വെച്ചാൽ ഉഷാറാണെന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് ശീലിച്ച ആൾക്ക് പറയാനുള്ളത്. അല്ല എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു, ഒന്നും പറയാതിരിക്കുക, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നമ്മളെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ആളുകളിൽ നിന്നും വരൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ അനുഭവം വെച്ചിട്ട്. പിന്നെ ഇത് എഴുതുന്ന ആളുകളായിട്ടൊക്കെ ഇടപഴകുമ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവരോട് ഒരു 5 മിനിറ്റ് നമുക്ക് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരെ വർത്തമാനം എന്താണ്, അവർ പറയുന്ന മേഖല എന്താണ്, മറ്റു ആളുകളെ കുറിച്ചിട്ടൊന്നും കുറ്റം പറയുന്ന സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇപ്പത്തെ ഈ ഒരു നിമിഷത്തിൽ എന്താണ് അവർ ജീവിക്കുന്നുള്ളത്, വളരെ അവര് നാളെ അവർക്ക് തന്നെ ഈ രോഗങ്ങളൊന്നും പിടിപെടില്ല എന്നുള്ളതാണ്. അവർക്ക് ഈ മറ്റുള്ള ആളുകൾക്ക് വരുന്ന വലിയ രോഗമായാലും ചെറിയ രോഗങ്ങളായാലും ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. ഞാനിപ്പോ 5 വർഷമായിട്ട് ഇടപഴകുന്ന ആളുകളെ നിരീക്ഷിച്ചിട്ടുള്ള ഞാൻ വെറുതെ പറയല്ല. ഈ ആളുകളൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോ ഇവര് ഒരു അസുഖബാധിതരായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ചെറിയൊരു പനിയോ തുമ്മലോ വരിക എന്നല്ലാതെ മറ്റുള്ള, കാരണം ഇവരെപ്പോഴും താങ്ക്ഫുൾ ഉള്ള ആളുകളായിരിക്കും. ഇവർക്ക് എന്തില്ലെങ്കിലും ഇവര് അത് ഉള്ളതുപോലെയാണ് ഇവര് എഴുതുക. ഇനി പനി ഉണ്ടെങ്കിലും എനിക്കിന്ന് പനിയാണ്, അതല്ല ഇവര് എഴുതുക. ഇവര് നല്ല ആരോഗ്യം ഉണ്ട് നന്ദി. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ആളുകളെ അവരോട് സംസാരിച്ചാൽ തന്നെ അവരിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യൽ എന്താ, പോസിറ്റീവാ സ്പ്രെഡ് ചെയ്യുക. അപ്പൊ എന്താക്കുക, നമ്മള് രാവിലെ എണീക്കുക, പ്രയർ ചെയ്യാൻ, മെഡിറ്റേഷൻ ചെയ്യുക, നേരെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ എഴുതുക. മൂന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഫോർഗിവ്നെസ്, പുറത്തു കൊടുക്കുക. അതായത് നമുക്ക് ആരോടും ചിലപ്പോൾ ഈ വിമർശിക്കുള്ള ആളുകൾക്ക് പക വിദ്വേഷവും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പല ആളുകളും ഇപ്പൊ നമ്മളെ വേദനിക്കും, നമ്മളെ ചിലപ്പോൾ വാക്കുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വ്യക്തി നമ്മളോട് പല രീതിയിൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പുറത്തു കൊടുക്കുക. അത് അവരുടെ വിവരമില്ലായ്മയാണെന്ന് വെച്ചിട്ട് നമ്മൾ എന്താക്കുക, അവർക്ക് പുറത്തു കൊടുക്കുക. അത് അവർക്ക് പുറത്തു കൊടുക്കുന്ന എന്തിനാ, നമുക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതും നമ്മൾ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിന്റെ അടിയിൽ തന്നെ നമ്മൾ ആ വ്യക്തികളെ കുറിച്ചിട്ട് അവരെ പേര് എഴുതിയിട്ട് തന്നെ അവരെ നല്ല ഗുണങ്ങൾ, അല്ല അവരൊരു കാലത്ത് നമുക്ക് ചെയ്തു തന്ന എന്തെങ്കിലും സൗഹൃദത്തിലായിരിക്കുന്ന സമയത്ത് ഒരാളോട് നമുക്ക് പക വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അവരെ കാണുമ്പോൾ എപ്പോഴും നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്കായിരിക്കും. നമ്മളിനി അവിടുന്ന് സ്ഥാപനത്തിൽ നിന്ന് പോന്നാലും ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി എന്ത് വിഷയത്തിന്റെ പേരിൽ പോകുന്ന കഴിഞ്ഞിട്ട് അവരെ പിന്നീട് കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയണം. അവർക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അവരോട് പുഞ്ചിരിക്കാനും അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും നമുക്ക് ആ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ നമുക്ക് എന്താണ് ഈ ഒരു ഫോർഗീവ്നെസ്സിലൂടെ നമുക്ക് പറ്റും. എപ്പോഴും ഫോർഗീവ് ചെയ്തുകൊണ്ടിരിക്കുക. യാത്രകളിലായാലും ഒക്കെ ഇപ്പൊ ഏതെങ്കിലും നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ മറ്റുള്ള ആളുകൾ റോങ് സൈഡിലൊക്കെ കയറി വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ല. ഈ ഫോർഗീവ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് എന്താണ് ദേഷ്യം വരില്ല. അതുപോലെ തന്നെ നല്ല പേഷ്യൻസ്, നല്ല ക്ഷമ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ മനസ്സിലാക്കി. പുഞ്ചിരിക്കാൻ പറ്റും ആരോടും നമുക്ക്. പിന്നെ ഇതെന്ന് വെച്ചാൽ മനസ്സിന്റെ ഭാരം കുറയുന്നു. പിന്നെ വിഷമം, വൈരാഗ്യം അകന്നു പോയി. രക്തസമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും കുറയുന്ന ഈ ഫോർഗീവ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ഇപ്പോഴത്തെ നിമിഷത്തിൽ നമുക്ക് എന്താണ് ജീവിക്കാൻ പറ്റും. ഈ പവർ ഓഫ് നൗ എന്നൊക്കെ പറയുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് എന്താണ് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും. മറ്റേ ഈ നിമിഷത്തില് നല്ല പ്രസന്റ് മൂമെന്റിൽ നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് നല്ല വെൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഈ ഫോർഗീവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരാളെ കാണുമ്പോ പെട്ടെന്ന് നമ്മളെ മൈൻഡ് മാറും. ഒരു ഫോട്ടോ പോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരാള് അടുത്തൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖഭാവം മാറും. അപ്പോ അതൊക്കെ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ക്ഷമ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മൾ ക്ഷമയുള്ളവരാവുക, അതുപോലെ തന്നെ ഫോർഗീവ് ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പാർശ്വമാക്കുക. പിന്നെ മറ്റൊരു കാര്യം, അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്താൽ നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യുക. ആ പെന്നും പേപ്പറും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഫോർഗീവ്നെസ് ചെയ്ത് ആ സമയത്ത് തന്നെ എന്താക്കുക, നമ്മളൊരു ചെറിയ ടു ഡു ലിസ്റ്റ് എഴുതുക. അതൊരു ചെറിയ പേപ്പറിൽ എഴുതി, പോക്കറ്റ് ഡയറി ആണ് പോക്കറ്റ് ഡയറിയിൽ എഴുതുക. നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു ഇതിലായിരിക്കണം, നമ്മൾ പോക്കറ്റിലായിരിക്കണം ടു ഡു ലിസ്റ്റ്. പിന്നെ ആ ഡയറിയിലും ടു ഡു ലിസ്റ്റ് എഴുതുക. അത് ഒരാഴ്ചത്തേക്കുള്ളത് എഴുതുക, ഒരു മാസത്തേക്കുള്ളത്, ഒരു വർഷത്തേക്കുള്ളത് എഴുതുക ആ ഡയറിയിൽ. പക്ഷെ ഇന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ടുഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഒരു 4-5 കാര്യങ്ങൾ അത് എഴുതി പോക്കറ്റിലില്ല. ചിലപ്പോ ഇന്ന് SIR ഫോം ഫില്ല് ചെയ്യാണ്ട്, അല്ല അക്ഷയ പോകാണ്ട്, അല്ല കറണ്ട് ബില്ല് അടക്കാണ്ട്, ഇതൊക്കെ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ വിട്ടുപോകില്ല. നമുക്ക് ഫൈനൊന്നും കിട്ടാതെ നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ആ സമയത്ത് നമ്മൾ എഴുതി ചെയ്ത് തീർക്കാൻ നമുക്ക് പറ്റും. ചിലപ്പോൾ നമുക്ക്
പിന്നെ ഒരാളെ കാണാൻ പോകണ്ടാവും. അത് ആ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്ന നമുക്കിപ്പോ ദിവസം മറന്നു പോവാം, അതേപോലെ സമയം മറന്നു പോവാതിരിക്കാൻ ഈ ടു ഡു ലിസ്റ്റിന്റെ ഒരു പേപ്പർ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവുക. സാധനത്തിന്റെ ലിസ്റ്റ് എഴുതുന്ന പോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സാധനത്തിന്റെ ലിസ്റ്റ് എഴുതുന്ന പോലെ എല്ലാ ദിവസവും നമ്മൾ ചെറിയൊരു പേപ്പറിൽ ഒരു 4 കാര്യം 5 കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 3 എഴുതി നമ്മൾ എന്താ എപ്പോഴും നമ്മളെ പോക്കറ്റിൽ ഉണ്ടാകുക. അപ്പൊ നമ്മള് മറന്നുപോല പൈസ എടുക്കാനുള്ള ആവശ്യത്തിനാണെങ്കിൽ ആ പേപ്പർ കാണുമ്പോൾ ഇന്ന് ചെയ്യണം. പിന്നെ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ചിലപ്പോ. അതിനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ടൂറിസ്റ്റ് ഉണ്ടാകുമ്പോൾ അതും ലാഭമാണ്. മറ്റേ നമ്മൾ മറന്നു വീട്ടിലെത്തുമ്പോൾ പോവാണ്ട്. അപ്പൊ നമ്മൾ ഇന്ധനം നമുക്ക് ലാഭമാണ്, നമ്മളെ സമയം ലാഭമാണ്. ഏതായാലും അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് വീണ്ടും പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ടൂറിസ്റ്റിന്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ എഴുതി വെച്ചാൽ എന്താക്കുന്നത്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റും. KCB ബില്ല് വരെ നമുക്ക് അടക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് വ്യായാമമാണ്, അതായത് എക്സസൈസ്. ഇതിനു മുമ്പൊക്കെ രാവിലെ വാക്കിംഗ് ആയിരുന്നു, ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വാക്കിംഗ് പോവായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്നാണ്. ഇപ്പൊ തണുപ്പൊക്കെ ആയത് കാരണം ഞാൻ ഇതിനെ കോൾഡൊക്കെ പിടിച്ച് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യും. എന്നാലും ചെയ്യാതിരിക്കൂലേ. അതായത് പിന്നെ വീട്ടിനുള്ളിൽ നിന്ന് എക്സസൈസ് ചെയ്യും. കുറച്ച് 2-3 ദിവസം ഞാൻ വീടിന് ചുറ്റും നടക്കും. അപ്പൊ അതിനൊരു വാമപ്പ് കിട്ടുന്നില്ല, അതിന്റെ ഒരു എഫക്ട് കിട്ടാത്ത കാരണം നമ്മള് പിന്നെ ഡെയിലി റൊട്ടീന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഹാബിറ്റിലൊക്കെ പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എന്താ നമ്മൾ ആ ശീലം നമ്മൾ പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും. ഇപ്പൊ മ്യൂമാജിക് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ യാത്ര ഒരു 5 മിനിറ്റ് എങ്കിലും കയറി സ്റ്റാർട്ടിങ്ങെങ്കിലും കേട്ടിട്ട് നമ്മൾ എന്താക്കുക, ഓഫ് ആക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് മറ്റുള്ളതിലേക്ക് കിടക്കുക. അതുപോലെ തന്നെ വാക്കിങ് നമുക്ക് തണുപ്പാണ്, അല്ല പനിയാണ്, അല്ല ജലദോഷമാണ്, അല്ല നമ്മള് വേറെ ബന്ധുവീട്ടിലാണ്, അല്ലെങ്കിൽ നമ്മള് വേറെ ടൂറിലാണെങ്കിലും ട്രിപ്പിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്താകുക, അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് അല്ല 3 മിനിറ്റ് 2 പുഷപ്പ് എങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ 2 വാമപ്പ് എങ്കിലും ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഡെയിലി റൊട്ടീന്റെ ഭാഗമാക്കി മാറ്റുക. ഡെയിലി ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യ. കാരണം ഇതൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഈ എക്സസൈസ് അതുപോലെ തന്നെ അതിന്റെ ഒപ്പം ആവശ്യത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. പക്ഷെ ഇത് ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കി വേണം. നമുക്ക് തോന്നുമ്പോൾ മാത്രം ഒരു ഇൻസ്പിറേഷന് പുറത്ത് മാത്രം ചെയ്താൽ പോരാ. അതുപോലെ തന്നെ രാവിലെ തന്നെ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ തന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ബോഡിക്കും ഒക്കെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതും പതിവാക്കുക. തലേ ദിവസം തന്നെ നല്ലൊരു സ്റ്റീലിന്റെ ജഗ്ഗില് ഒരു വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം വെക്കുക. അത് പിന്നെ പല ആളുകളും പറയുന്നുണ്ട് പല സാധനങ്ങൾ ഇട്ട് കുടിക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഇനി എന്തിട്ട് കുടിച്ചില്ലെങ്കിൽ നല്ല ശുദ്ധജലം ഒരു ഗ്ലാസ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രയർ കഴിഞ്ഞ ഉടനെ നമ്മൾ കുടിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് മുന്നായിട്ട് കുടിക്കുക. പിന്നെ 3 ലിറ്റർ വെള്ളം. നമ്മൾ ഏത് യാത്രയിലും ഞാൻ കരുതുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ഒരു പുസ്തകം, 2 ഒരു കുപ്പി വെള്ളം. വെള്ളം ഇനി എടുക്കാൻ മറന്നു പോയാൽ ഞാൻ എന്താക്കും, ഡ്രിങ്കിങ് വാട്ടറെങ്കിലും വാങ്ങും. 3 ലിറ്റർ വെള്ളം നമ്മൾ ഇന്ന് മുതൽ നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കുക. കാരണം ശരീരം ശുദ്ധിയാക്കാൻ അത്രയും നല്ല വേറൊരു മെഡിസിൻ ഇല്ല. മറ്റ് മൂത്രാശയ ബന്ധങ്ങൾ, അതുപോലെ നമ്മളെ ഈ പിന്നെ ഇൻഫെക്ഷൻ പല കാര്യങ്ങളും, പിന്നെ രക്തസമ്മർദ്ദം കൂട്ടാൻ ഈ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ഹാബിറ്റാക്കി മാറ്റുക. നമ്മൾ കൂടെ കയ്യിൽ കരുതുന്നത് പോലെ ഒരു കുപ്പി വെള്ളം നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ഈ ശരീരമാണ് നമ്മളെ മനസ്സിനൊക്കെ നിയന്ത്രിക്കുന്ന സംഭവം. അതിനു വേണ്ടി നമ്മൾ ഏത് യാത്ര കൊടുക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കയ്യിൽ കരുതുക. 3 ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കിടക്കുന്നതിന് മുന്നേ കുടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഞാനൊക്കെ ചില സമയത്ത് മറന്നു പോകും. ഞാൻ സത്യത്തിൽ അലാറം വെക്കലാണ്. ഓൾറെഡി എന്റെ അലാറം ഉണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക് അടിക്കും. ഞാൻ ഓഫ് ചെയ്യും. ഞാൻ എടുത്ത് കുടിക്കും. അടിച്ച സമയത്ത് തന്നെ എന്റെ കൂടെ ആളുകളുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുടിക്കൂല. അടിച്ച് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വല്ല വെള്ളം എടുത്ത് കുടിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് പിന്നെ വിഷ്വലൈസേഷൻ ആണ്. ഈ ഇതൊക്കെ ചെയ്തതിനു ശേഷം ഒരു 2 മിനിറ്റ് എങ്കിലും വിഷ്വലൈസ് ചെയ്യും. വിഷ്വലൈസ് ഈ മിറർ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ ചെയ്യാറില്ല. പക്ഷെ ഈ വിഷ്വലൈസ് ചെയ്യാതെ ഇറങ്ങില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ നമുക്ക് കഴിയും. ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല, നമ്മളെ ചിന്തകൾ കൊണ്ടാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താകും, എന്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് മുൻകൂട്ടി ഞാൻ എന്താകും, ഒരു വിഷ്വലൈസേഷൻ ചെയ്യും. ആ വിഷ്വലൈസേഷനിൽ ഞാൻ ഇന്ന് എവിടേക്ക് പോകുന്നുണ്ട്, ആരൊക്കെ കണ്ടുമുട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ എന്തൊക്കെ വേണം, എന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ല എന്റെ കച്ചവടത്തിൽ ഇന്ന് എത്ര രൂപയുടെ സെയിൽസ് വേണം,
അതൊക്കെ ഞാൻ എന്താക്കും, ഈ വിഷ്വലൈസ് ചെയ്യും. ഈ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ പുറത്തിറങ്ങുക. വിഷ്വലൈസ് ചെയ്യാതെ ഇറങ്ങാറില്ല. ഇനി മറന്നു പോയാലും വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ആ കണ്ണടച്ചിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒഴിവുള്ള സമയത്തൊക്കെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്ന സമയത്തോ വേറെ എന്തെങ്കിലും വെറുതെ നിൽക്കുന്ന സമയമുണ്ടോ, ഒരാള് ഇന്ന സമയത്ത് വരാൻ തന്നെ അവർ ലേറ്റ് ആകുകയാണെങ്കിൽ അതിന് ദേഷ്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ വാങ്ങാൻ ഫാർമസിയിൽ തിരക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും വെറുതെ കണ്ണടക്കും. കണ്ണടച്ചിട്ട് നല്ല വിഷ്വലൈസ് ചെയ്യും, വെറുതെ എന്തെങ്കിലുമൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഈ വിഷ്വലൈസ് ചെയ്യാത്ത ദിവസം ഉണ്ടാവാറ്. നമ്മൾ എന്താക്കുക, വിഷ്വലൈസ് ചെയ്യണം. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ വെച്ചാൽ നമ്മൾ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ എന്താണ് വ്യക്തമാക്കി കാണാൻ പറ്റും. പിന്നെ എന്നും റിമൈൻഡ് ചെയ്യും, ഈ ലക്ഷ്യങ്ങളെ കുറിച്ച് എന്തെന്ന് റിമൈൻഡ് ചെയ്യും. അപ്പൊ ഇതിലേക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ നമ്മളെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താക്കും, ഒരു പ്രചോദനം നമുക്ക് വർദ്ധിക്കും, പുറത്തുനിന്നല്ല. പിന്നെ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പോ അകത്ത് കാണുന്നതിനേക്കാൾ നമ്മളെന്താണ് പുറത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ വിഷ്വലൈസേഷന്റെ പവർ ഒക്കെ നമുക്ക് എല്ലാവർക്കും അതിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഡെയിലി റൊട്ടീന്റെ അടുത്ത കാര്യം ഇതാണ്. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ടേബിളിൽ എന്തുണ്ടാവും, ഒരു ബുക്ക് ഉണ്ടാവും. ഒരുപാട് ബുക്ക് ഉണ്ടാവും, പക്ഷെ വായിക്കാനുള്ള ബുക്ക് മേലെ വെക്കും. അപ്പൊ റീഡിങ്, ഈ റീഡിങ് എന്നും ചെയ്യും. ഒരു 2 പേജ്, എന്തായാലും 10 പേജ്, ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഒന്നും വായിക്കും. ഇനി നേരെ അല്ലെങ്കിലും ഒരു പേജെങ്കിലും ഞാൻ സീക്രട്ടിൽ ഏതെങ്കിലും ഒരു പേജെങ്കിലും മറിച്ചിട്ട് അതെങ്കിലും വായിക്കും. റീഡിങ് ഒരു ഹാബിറ്റ് ആക്കും. അതുപോലെ തന്നെ വണ്ടിയിലുണ്ടാവും, ഷോപ്പിലുണ്ടാവും ഏതെങ്കിലും ഒരു ബുക്ക്. അപ്പൊ ഈ വായന നമ്മൾ എന്താണ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റും, ഡെയിലി റൊട്ടീന്റെ ഭാഗമാക്കി എന്നെ മാറ്റണം. മാസത്തില് ശരിക്കും 2-3 പുസ്തകം വായിക്കണം. നമ്മൾ ഒരു പുസ്തകമെങ്കിലും വായിക്കുക. ഒരു പുസ്തകം ഒരു മാസം വായിച്ചു കഴിഞ്ഞാൽ 12 മാസം കൊണ്ട് ഉണ്ടാകും 12 ഒരു വർഷം കൊണ്ട് നമുക്ക് 12 പുസ്തകം വായിക്കാൻ പറ്റുന്നുള്ള. അതിന്റെ ഒപ്പം പ്ലസ് നമ്മൾ എന്താക്കുക, ഒരു ക്ലാസ്സും ഇതിന് കേൾക്കുന്നുണ്ട്. ഒരുപാട് ഇന്നലത്തെ ക്ലാസ് കേട്ടതൊക്കെ ഹോസ്റ്റലുകാരുടെ ക്ലാസ് ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമ്മൾ എന്താക്കുക, ഇതും കൂടി ജീവിതത്തിൽ പകർത്തുക. ഈ വായന, ഈ പിന്നെ വെള്ളം കുടിക്കുന്നത്, ഈ എക്സസൈസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ആവശ്യമുള്ള ഘടക. വായു പോലെ, വെള്ളം പോലെ, നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം പോലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഈ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ നനക്കാനുണ്ടെങ്കിൽ വാഴ നനക്കാനോ അല്ലെങ്കിൽ ചെടികൾ നനക്കാനോ, ഇതിനൊക്കെ നമുക്ക് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കിട്ടുന്നതിനെക്കാട്ടിലും 1 മണിക്കൂർ നമുക്ക് എന്താ അധികം കിട്ടുക. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഡെയിലി റൊട്ടീൻ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അത്രേ പറയാനുള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യം ഒന്നും ഷെയർ ചെയ്യുന്നു. ഇതിൽ പല ആളുകളും ചെയ്യുന്ന ആളുകളാണ്, ഒന്ന് റിമൈൻഡ് ചെയ്തു എന്ന കൺസിസ്റ്റന്റ് ആയിട്ട് ഇതൊക്കെ ചെയ്താൽ ഇതിന് ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഒക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് ചെയ്യാം, ഞായറാഴ്ച സ്കിപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് നമുക്ക് മാജിക് ഇല്ല. അപ്പൊ നമുക്ക് സ്വയം എന്തെങ്കിലും നല്ലൊരു മെഡിറ്റേഷൻ കണ്ടെത്തുക, അതുപോലെ സൈലന്റ് ആയിട്ട് 2 മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഒക്കെ ചെയ്യുക. ദൈവത്തോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, പറയാനുള്ളതൊക്കെ പറയാ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി റൊട്ടീന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. ഇനി നമുക്ക് ഫീഡ്ബാക്കിന്റെ ടൈമാണ്. ആരെയും പേരൊന്നും വിളിക്കുന്നില്ല, എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയുക. മാജിക് മോർണിംഗ്. മാജിക് സാർ, ക്ലാസ് സർ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ അല്ലെ, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല, ഇന്ന് കേട്ടപ്പോ ഒന്നുമാടെ കൂടുതൽ പ്രചോദനം കിട്ടുന്നുണ്ടോ, കണ്ടിന്യൂ ഒന്നുമാടെ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണർത്തുമ്പോഴേ നമുക്ക് ഒന്നുമാടെ അത് കൂടുതൽ ചെയ്യുമ്പോൾ അതിന്റെ ഇത് കിട്ടുന്നു. ഇപ്പൊ ഈ ഇടയിലേക്ക് ഞാൻ അറ്റൻഡ് ചെയ്യാത്ത വിഷയം ചില ഒരുപാട് വിഷയമുണ്ട്. ശരീരം ചെറിയ ഇതുണ്ട്, ചില എണീക്കാൻ വഴിക്കുന്നു, പിന്നെ മൊബൈലിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ക്ലാസ്. അപ്പൊ ഞാനത് മറ്റേ സാറിനോട് സംസാരിച്ച് ശേഷം പിന്നെ വീണ്ടും ഇതിന്റെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വളരെ നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ചെറിയ പ്രയാസമുണ്ട് എനിക്ക്, മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പറായിട്ട് ക്ലാസ്.
ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുമായി വരണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം നമ്മൾ മടി വിചാരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡ് വേറെ പലതിലേക്കും പോകും. പക്ഷെ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ എന്തൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ ഒന്നുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക, പലപ്പോഴും മറന്നു പോകുന്നത്. കുറച്ചു കാലം തുടർന്നിട്ട് നമ്മളങ്ങ് നിർത്തിക്കളയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. സത്യമായിട്ട് ഞാൻ ഇപ്പം തന്നെ ഒരു ബുക്ക് എടുത്ത് വെച്ചു. എന്തായാലും ഇത് തുടർന്നു പോകും. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാ ഒരു ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നല്ലൊരു ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനെ പോലെ നമുക്കിതൊന്ന് താല്പര്യത്തോടെ കേൾക്കുന്ന വിധം ഒരു ക്ലാസ് എടുത്തു. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ് സാറ്. മാജിക് മോർണിംഗ്. ഞാൻ കുറച്ച് പ്രായമുള്ള ആളാട്ടോ സാറ്. അപ്പൊ പക്ഷേ ഈ സാറിന്റെ ഇന്ന് ക്ലാസ് എന്ന് പറയില്ല, ഇത് ക്ലാസ് അല്ല, ഇതൊരു എന്താ പറഞ്ഞ ഒരു അവയർനെസ് ആണ്. എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ചിട്ടയോടുകൂടി ഒരു പ്രൈമറി സ്കൂള് കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കണ പോലെയാണ് സാർ പറഞ്ഞത്. വളരെ വളരെ ഇൻട്രസ്റ്റോടുകൂടെ കേട്ടിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഒന്ന്, ഇതിൽ കയറിയതിനു ശേഷം ഞാൻ കാലത്ത് എണീക്കാൻ തുടങ്ങി. മറ്റേത് 7-7:30 കഴിഞ്ഞിട്ട് എണീക്കാറുള്ളൂ. സമയത്ത് എണീക്കുന്നുണ്ട്. പിന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. വീട്ടില് കുട്ടികളൊക്കെ കൂടെ കിടന്നൊക്കെ കാരണം എനിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റാറില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യാറുണ്ട്, ബുക്ക് വായിക്കാറുണ്ട്, അതിൽ കൂടുതൽ പിന്നെ വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ ഈ സാറ് പറഞ്ഞ ടു ഡു ലിസ്റ്റാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. കാരണം എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, റിട്ടയറായി. വേറെ ഒരു ആരെങ്കിലും കാണാനോ ഇവിടെ ഒരു ഫ്രണ്ട്സ് ഇല്ല, ഒരാളെ കൂടി സംസാരിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ ആണ്. അത് സാറോട് ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തന്നാൽ മതിയാനായിട്ട്. എനിവേ, വളരെ വളരെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ, ഞാൻ പറഞ്ഞതാണ്, ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണോ അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട് സാർ. ആരോ സ്കേളോ. ഗുഡ് മോർണിംഗ്. ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞിട്ട് സംസാരിക്കാനുള്ള കഴിഞ്ഞോ? ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് നമ്പൽ സാർ. നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. നല്ലൊരു യൂസ്ഫുൾ ക്ലാസ്സും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ശീലങ്ങളാക്കിയിട്ട് എങ്ങനെ മാറ്റിക്കൊണ്ടുവന്ന് നമ്മളെ ജീവിതം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ നല്ലൊരു ആസ്വാദനം അതിൽ നിന്ന് ലഭിക്കാൻ പറ്റിയ ഒരു ക്ലാസ് തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അത് കൂടുതൽ ഓർമ്മപ്പെടുത്താനും അതിൽ നിന്ന് പ്രചോദനം കിട്ടി ഡെയിലി വിട്ടുപോകാതെ ചെയ്യാനുള്ള ഒരു സംഗതിയാണ് ഇന്ന് കിട്ടിയത്. അപ്പൊ അത് ചിട്ടയോട് കൂടി തന്നെ പറഞ്ഞു. മെഡിറ്റേഷൻ മുതൽ എക്സസൈസും അത് വെള്ളം കുടിക്കുന്ന കാര്യം, വിഷ്വലൈസേഷൻ വരെ നല്ല ടു ഡു ലിസ്റ്റിന്റെ കാര്യമെല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ അവതരിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളും സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് ബിമാജിക്കിന്റെ കൾച്ചറിന്റെ ഒരു കൾച്ചർ തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ചതും. അതുപോലെ തന്നെ സ്വന്തം സ്റ്റോറിയും കൂടി ചേർന്നിട്ട് അതൊരു നല്ലൊരു അവതരണമാക്കിയിട്ടാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. ഏതായാലും വളരെ പോസിറ്റീവായ ഒരു നല്ലൊരു ക്ലാസ് കിട്ടിയിരുന്നു. നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. സോറി സാർ. മാജിക് മോർണിംഗ്. ഹലോ സാർ. കേൾക്കാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹാബിറ്റ് എല്ലാം കൂടി ഒന്നും കൂടി പുതുക്കിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാറ് 90 days ഗോളാണല്ലോ സേഫ് സാറ് ഈ പ്രാവശ്യം എടുക്കാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഒന്ന് 21 days സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ഗോൾ എഴുതി പോസ്റ്റ് ചെയ്തിട്ടൊക്കെ തുടങ്ങിയാലോ ബിമാജിക്കില്? അതെ അതെ അതെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു കൾച്ചറിന്റെ പ്രോഗ്രാമിന്റെ ഒരു ചലഞ്ച് വെച്ച് പുതിയ ഗ്രൂപ്പിലേക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്തിട്ട് തുടങ്ങി. ഇന്നലെ മുതലേ നമ്മള് സ്വന്തം ചെയ്യുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യണം, മറ്റേ ആളുകൾ കാണാൻ വേണ്ടി ഒരു ചലഞ്ചായി എടുക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി പ്രചോദനമായിട്ട് നമ്മൾ ദിവസവും ഇത് ചെയ്യും, സ്കിപ്പ് ചെയ്യാതെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചലഞ്ച് ആക്കി എടുത്തത്. നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്യുന്നു. ഇന്ന് ഗ്രൂപ്പിലേക്ക് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ.
നീ ആരാ? സർ താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താ പറയാ, നമ്മളുടെ കൈയെത്തുന്നിടത്താണ് മനസ്സെത്തുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺമുന്നിൽ വെക്കുക. ഓരോ കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഓർമ്മയുണ്ടാവും കാര്യങ്ങൾ ചെയ്യാനായിട്ടും. പുസ്തകങ്ങൾ വെക്കുമ്പോൾ ആ പുസ്തകങ്ങൾ എപ്പോഴും കാണുമ്പോൾ അത് നമുക്ക് എടുത്ത് വായിക്കാൻ തോന്നും. അതുപോലെ തന്നെ എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന കാര്യമായാലും ഒരു പേന അതിനു വേണ്ടി മാത്രമായിട്ട് വെക്കുക. അപ്പൊ അത് നമ്മളുടെ ഒരു മൈൻഡിലേക്ക് പോവും. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നതെന്ന് ഒരു ഓർമ്മ വരുമ്പോൾ നമ്മളത് പതുക്കെ പതുക്കെ നമ്മളുടെ മൈൻഡിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ആദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാതെ വന്നാൽ കൂടിയും പിന്നീട് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അതൊരു ഹാബിറ്റിലേക്ക് വരും. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവുകളെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് നല്ലൊരു വഴിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈവൻ ദാറ്റ് ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് സർ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു സർ. നമുക്കിപ്പോൾ അറിയാവുന്നതാണെങ്കിൽ പോലും നമ്മളിപ്പം 2 ദിവസം ചില കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് തിരിച്ച് വരാനായിട്ട് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരുവാണ്. അപ്പോൾ ഇതുപോലത്തെയുള്ള ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാൻ കഴിയണം. ഓക്കെ, നമുക്ക് തിരിച്ച് വരാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിലാണ് സാറ് പ്രസൻറ്റ് ചെയ്തത്. നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു സാറിൻ്റെ അനുഭവം കൂടെ ചേർത്ത് പറയുമ്പോൾ അത് ഉള്ളിലേക്ക് നല്ലോണം പതിയുന്ന രീതിയിലായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സർ. ഹലോ, ആരെ സംസാരിക്കുന്നുണ്ടോ? ഇല്ല, പറഞ്ഞോളി. നീ ആര്? എന്തോ സാറേ? ആരോ ഉണ്ടല്ലോ, ഷൈമിന മാം ആരോ സംസാരിച്ചില്ലേ? ഇനി അല്ല, റസാഖ് സാറ് പറഞ്ഞതാ കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. അപ്പോൾ നൗഫൽ താങ്ക് യു. നല്ല സെഷനായിരുന്നു. ഞാൻ കേട്ടിട്ടില്ലെങ്കിലും ഫീഡ്ബാക്ക് ഒന്ന് മനസ്സിലായി. നമുക്കിനി 2-3 കാര്യങ്ങളാണ് ഇതാക്കാനുള്ളത്. ഒന്ന്, ലീഡേഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു മാസത്തേക്കുള്ള ആക്ഷൻ പ്ലാന് നൗഫൽ ഒന്ന് പ്രസന്റ് ചെയ്യണം. എന്താണ് ആസ് എ ലീഡർ ഈ മാസത്തേക്കുള്ള ആക്ഷൻ പ്ലാന്, എങ്ങനെയാണ് നമ്മൾ ബി മാജിക്കിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഓരോ ലീഡേഴ്സും ഓരോ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ബി മാജിക്കിന് ഒരു പ്രൊഫഷണൽ ഒരു ഇതുണ്ടാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ബി മാജിക്കിന്റെ കൂടെ തന്നെ തുടങ്ങിയ മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഓസ്റ്റിൻ സാർ ഇവരൊക്കെ സെഷൻ എടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എന്നതുപോലെ നമുക്ക് സ്ട്രക്ചേർഡ് ഒരു സിസ്റ്റം കൊണ്ടുവരണം ഈ ഒരു ബി മാജിക്കിന്. ഇതിന്റെ ഓപ്പണിംഗ് സ്ക്രിപ്റ്റ് മുതൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഒന്നിരിക്കണം. അപ്പൊ അതിൽ ആരൊക്കെയാണ് മെയിൻ ലീഡേഴ്സ് ഒക്കെ ഒന്ന് പറയാം. അതായത് നമ്മൾ ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ബി മാജിക്കിൽ എങ്ങനെയാണ് ഫീഡ്ബാക്ക് പറയേണ്ടത്, ബി മാജിക് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്, ബി മാജിക്കിൽ എങ്ങനെയാണ് ആങ്കർ നടത്തേണ്ടത്. അപ്പൊ അതിന്റെ ഒക്കെ എക്സാക്ട് ട്രെയിനിങ് അവൾക്ക് ഒരാൾ വന്ന് കഴിയുന്ന സമയത്ത് നമുക്കൊരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യണം. ഇതൊരു പ്രൊഫഷണൽ ടീം നടത്തുന്നതാണെന്നുള്ള ഫീലിങ്സ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ലീഡേഴ്സ് മീറ്റ് എന്നൊക്കെ ദിവസങ്ങൾ നടക്കും. ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടത്, ഇങ്ങനെ ഒരു ബൈലോ ഇതിന് ക്രിയേറ്റ് ചെയ്യണം. ചുമ്മാ നമ്മളിങ്ങനെ ഇതേ കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ ഇത് പോകല്ലാതെ ഓരോ ആളുകൾക്കും നമ്മൾ ഇതിന് ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഒരു റാസി മെട്രിക്സ് എന്ന് പറയും, ആ ഒരു സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യണം. ആരൊക്കെയാണ് ഇതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ, ആരൊക്കെയാണ് അതിന്റെ പിന്നെ അക്കൗണ്ടബിൾ പേഴ്സൺ ആരൊക്കെയാണ് ഇൻഫോംഡ് പേഴ്സൺ, ആരൊക്കെയാണ് ഇതിന്റെ കൺസൾട്ടിങ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ലീഡേഴ്സ് ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ ഇപ്പോഴാണ് ആഡ് ആയത്. ഞാനതിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് പഴയ ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ആദ്യം ഇതിൽ ഷെയർ ചെയ്യുക. ഓരോ ആഴ്ചയിലും മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത മീറ്റിംഗ് മിനിറ്റ്സിലെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ അതിന്റെ മീറ്റിംഗ് കോർഡിനേറ്റർ ആരായിരിക്കും, ആ ലീഡർ തന്നെ ആയിരിക്കും അതിന്റെ മീറ്റിംഗ് കോർഡിനേറ്റർ. ഓക്കെ, ആരാണോ ലീഡറായിട്ട് വരുന്നത് അയാളായിരിക്കും അതിന്റെ മീറ്റിംഗ് കോർഡിനേറ്റർ. അപ്പൊ അയാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കഴിഞ്ഞ മീറ്റിംഗിന്റെ മിനിറ്റ്സ്, ഇപ്പം എക്സാമ്പിൾ അടുത്ത ആഴ്ച മീറ്റിംഗ് നടത്തേണ്ടത് കഴിഞ്ഞ മീറ്റിംഗ് എന്നാണ് നടന്നത്
അതേ ഡേയിൽ തന്നെ എന്ത് ചെയ്യുക, മീറ്റിംഗ് നടത്തുക. എന്നിട്ട് ആദ്യം കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്, ആ തീരുമാനങ്ങൾ നടപ്പിലായോ, അതിന്റെ ആക്ഷൻസ് എന്തായി. ഇപ്പോൾ സൂം ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? സ്കിയോളാണോ ഇതിന്നാണോ? ഇപ്പൊ നിലവില് സ്ക്യോളാണ്. ഇപ്പൊ അഫ്നിസ മാമിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഇന്നലെ നമ്മള് രാത്രി ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പൊ അതില് ചർച്ച ചെയ്ത് അഫ്നിസ മാം മുമ്പ് പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് ഇന്ന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നജിഷ മാമിനെ വിളിക്കാന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഞാൻ അഭിഷേക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഹഫ്നിസ മാത്രമല്ല, അതിന്റെ സൂം ട്രെയിനിങ് ഒരു 2-3 ആളുകൾ അറ്റൻഡ് ചെയ്തേക്കുക. അഥവാ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, മെഡിറ്റേഷന് കാര്യങ്ങൾ ഇതൊക്കെ വേണ്ടിയിട്ട് ഹഫ്നിസ. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, അടുത്തൊരു മാസത്തേക്കുള്ള ഏത് ലീഡറാണോ ആ ലീഡർ ഒരു മാസത്തേക്കുള്ള ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, അതായത് ജാനുവരി 31 വരെയുള്ള ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യണം. സാറ് കട്ടായോ? സാർ പോയി വന്നുണ്ട്. കട്ടായി പോയതാ? ഉള്ളത് ഉണ്ടല്ലോ. വോയിസ് വരുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, ലീവ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യായിരിക്കും. അപ്പൊ ഇത്രയും നമ്മള് കാര്യങ്ങൾ സൺഡേ അല്ലേ വെച്ച ലീഡേഴ്സ് മീറ്റ്? അതെ അതെ. അപ്പൊ അത് അതിനിപ്പോ എവരി സൺഡേ വേണം? നമുക്ക് പിന്നെ എവരി സൺഡേ വേണമെന്നില്ല. നമുക്ക് ഒരു ആവശ്യമുള്ള സമയത്ത് മീറ്റിംഗ് കൂടിയാൽ മതി. അത് നമുക്ക് അല്ല 2 ദിവസം അല്ല അത് റെഗുലർ ആയിട്ട് ഏതെങ്കിലും ടൈം ആദ്യം ഒന്നുകിൽ സെക്കൻഡ് സൺഡേ അല്ലെങ്കിൽ ഫോർത്ത് സൺഡേ അല്ലെ മാസത്തിലെ ഒരു സെക്കൻഡ് സൺഡേ അങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് അങ്ങനെ പോകാൻ പറ്റും. എന്താ സെക്കൻഡ് സൺഡേ ലാസ്റ്റ് സൺഡേ ആക്കല്ലേ? 2 മീറ്റിംഗ് 2 മീറ്റിംഗ്. ഇപ്പൊ നമ്മൾ ഓർമ്മ പ്രിപ്പയർഡ് ഉണ്ടാവും ആവും. സാറൊന്നുമില്ല. മറ്റേ എപ്പോഴെങ്കിലൊക്കെ ആകുമ്പോ നമ്മള് മറ്റേ നമ്മളൊരു പ്രിപ്പയർഡ് ആയിരിക്കും. അതെ അതെ അതെ. മാസത്തിൽ 2 മീറ്റിംഗ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത്. ഇനിയിപ്പോ ലീഡേഴ്സിനെയാണ് കിട്ടേണ്ടത്. അപ്പൊ ലീഡേഴ്സിനപ്പം ലീഡേഴ്സ് ഇപ്പൊ 4 മാസത്തേക്ക് ആയില്ലേ? അങ്ങനല്ല, എന്നാലും കുറച്ച് ചർച്ചകളൊക്കെ ചെയ്യാൻ ഒരു 10 ആള് മിനിമം നമ്മളെ ഗ്രൂപ്പിലേക്ക് വേണല്ലോ, ഒരു സപ്പോർട്ടർ ലീഡേഴ്സ് ആയിട്ടൊക്കെ ഒന്ന്. നമ്മൾ ഇന്നലെ പറഞ്ഞ 2-3 ആളില്ലേ? അതെ അതെ. പിന്നെ ബീന മാമിനെ കൂടെ ചേർത്തേക്കണേ. ബീന മാം ആണ് നമ്മുടെ ഇപ്പോഴും വീണ്ടും കൾച്ചറൽ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്ത് ബീന മാം ആണ്. പക്ഷെ ബീന മാമിന്റെ പേര് ഞാൻ വിട്ടുപോകുന്നതാണ്. സോറി ബീന മാം. നൗഫൽ സാറേ, ദിവ്യയുണ്ട്. ദിവ്യ സേഫ് സാർ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിനൊരു SOP ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് ബി മാജിക്കിൻ്റെ, ഞാൻ എന്നെ ഒന്ന് കണക്ട് ചെയ്യണം നൗഫലൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. എല്ലാ മാസവും 26-ാം തീയതി നൗഫൽ നോട്ട് വെച്ചോളൂ. ഓരോ മാസവും 26-ാം തീയതി ആകുമ്പോൾ നെക്സ്റ്റ് മന്തിലേക്കുള്ള ലീഡേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത മാസത്തേക്കുള്ള ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. അടുത്ത മാസം 30 ദിവസം ആരാണ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് എന്ത് ബുദ്ധിമുട്ടാണോ വരുന്നത് അത് എന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, 30 ദിവസം ക്ലാസ് എടുക്കുന്നതിന് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലെങ്കിൽ 30 ദിവസത്തേക്ക് ആളാവുന്നില്ലെങ്കിൽ അത് നേരത്തെ അറിയിക്കണം. ഓക്കെ, നമ്മൾ ഇതിന്റെ പിന്നാലെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ഒരാളുടെയും പേഴ്സണൽ സമയം എന്ത് ചെയ്യരുത്, ഇതിന്റെ പിന്നിൽ പോകരുത്. അപ്പോൾ നമ്മൾ വളരെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിങ്ങിലേക്കും ഒരു സിസ്റ്റത്തിലേക്കും നമ്മൾ പോയാൽ മതി. ഇതൊരു ഓട്ടോമാറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ഇതിന്റെ പിന്നാലെ പോകരുത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ആങ്കറിങ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ കിട്ടുമെന്നുള്ളത് നമ്മൾ വളരെ സ്ട്രക്ചർഡ് ആയിട്ട് നോക്കണം. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിതിലേക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ എത്തിക്കണം. ഇപ്പൊ നിങ്ങളെ മക്കള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് മുതലുള്ള കുറെ ആളുകൾ, 13 വയസ്സ് മുതൽ എത്രയും 70 വയസ്സോ 90 വയസ്സൊക്കെ വരെയുള്ള ആളുകൾ വരണം. അതിന്റെ ഇൻബിറ്റ്വീൻ ഒരു 18th മുതൽ ഒരു 14ന്റെ ഇടയിലുള്ള കുറെ ആളുകൾ, ഇതിന്റെ 40യുടെ ഇടയിലുള്ള കുറെ ആളുകൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ എനർജറ്റിക് ആയിട്ട് കമ്മ്യൂണിറ്റി കൊണ്ടുപോകാനും പല പല മീറ്റപ്പുകളൊക്കെ വെക്കാൻ പറ്റുക. അപ്പോൾ നമുക്കിനി കുറെ മീറ്റപ്പുകൾ, കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ എന്ത് ചെയ്യണം, വെക്കണം. അപ്പോൾ അതിന് നമുക്കിതിൽ കുറച്ച് ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് ഫണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ബി മാജിക്കിന്റെ ഫണ്ടുകൾ നമ്മൾ പ്രോഗ്രാമിലൂടെ വെച്ചിട്ട് ബി മാജിക്കിന്റെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ഇതിന്റെ നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളൊക്കെ കുറച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിന്
ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പൊ ആരൊക്കെയാണോ ലീഡേഴ്സ് ആയിട്ട് അന്നത്തെ മീറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ അവർ ചെയ്യുക. അതേപോലെ തന്നെ വീക്കിലി ഒരു ലീഡേഴ്സ് മീറ്റ് കൂടാതെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നോക്കൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 1-2 സെഷൻസ് എന്ത് ചെയ്യുക, 6:25 തന്നെ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, 6:25 വൈൻഡപ്പ് ചെയ്തിട്ട് 6:30 വരെ ലീഡേഴ്സ് മീറ്റ് നടത്തുക. ഓക്കെ, ഷാർപ്പ് 6:30 ലീഡേഴ്സ് മീറ്റ് വൈൻഡപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? അതായത് നമ്മൾ 6:25 ലീഡേഴ്സ് മീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 ലീഡേഴ്സ് മീറ്റ് വൈൻഡപ്പ് ചെയ്യുന്നത് 5 മിനിറ്റ് കൊണ്ട് നടത്തുന്ന മീറ്റിംഗ് ആയിരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവ് മീറ്റിംഗ്. നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ നമ്മൾ സ്റ്റാൻഡപ്പ് മീറ്റിംഗ് നടക്കൂലേ, ഒന്നുമില്ല, മീറ്റിംഗ് മിനിറ്റ്സ് നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നോ, ആ തീരുമാനങ്ങൾ നടപ്പിലായോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 3 മീറ്റിംഗുകൾ നടക്കണം. ആ മീറ്റിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നൊരു വീക്കിലി അനലൈസ് മീറ്റിംഗ്. ഓക്കെ, സൺഡേകളിലോ ഏതാ ദിവസം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1/2 hour അല്ലെങ്കിൽ 50 minutes ഒക്കെ എടുത്തിട്ട് ചെയ്യുക. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീറ്റിങ്ങിൻ്റെ ഒരു ടൈം തീരുമാനിക്കുക എന്നുള്ളതാണ്. ആ മീറ്റിങ്ങിൻ്റെ ടൈം തീരുമാനിക്കുമ്പോൾ ആരൊക്കെയാണ് നാളെ സംസാരിക്കേണ്ടത്, എത്ര സമയമാണ് സംസാരിക്കേണ്ടത്. സാധാരണ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഷെഡ്യൂളിങ് ചെയ്യുമല്ലോ അല്ലേ, ആരാണ് വെൽക്കം സ്പീച്ച്, അത് 6 to 6:02 വരെ ആയിരിക്കും. നമ്മൾ 6:02 മുതൽ 6:04 വരെ വരെയാണ്. അങ്ങനത്തെ ഒരു സ്ട്രക്ചേർഡ് മീറ്റിംഗ് അതാണ് ഇനി ഉണ്ടാവേണ്ടത് ബി മാജിക്കിൽ. വെറുതെ നമ്മൾ കുറേ ആൾക്കാർ വരിക, കുറേ കഥകൾ പറയാം, അങ്ങനെ പോകുന്നതല്ല. മീറ്റിംഗ് മിനിറ്റ്സ് വളരെ അനലൈസ് ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിട്ട് ആ ഒരു മീറ്റിംഗ്, അതായത് ആ ലീഡേഴ്സ് ഗ്രൂപ്പിൽ പങ്കെടുക്കണം എന്നല്ലെങ്കിൽ ലീഡർ ആവണം എന്ന് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. കാരണം അവിടുന്ന് അവരുടെ ബിസിനസ്സിലേക്കാണെങ്കിലും പേഴ്സണൽ ലൈഫിലേക്കാണെങ്കിലും ഒക്കെ വേണ്ട കുറേ കാര്യങ്ങൾ ആ മീറ്റിംഗിൽ നിന്നൊക്കെ പഠിക്കാനുണ്ടാവണം. ഓക്കെ, അപ്പം അങ്ങനത്തെ JCI BNA ഒക്കെ പോലുള്ള കമ്മ്യൂണിറ്റികൾ കീപ്പ് ചെയ്യുന്ന കുറച്ച് പോളിസീസ് ഉണ്ട്, മീറ്റിംഗ് പോളിസീസുകൾ. എന്നതുപോലെ മീറ്റിംഗ് പോളിസി ഞാനും പിന്നെ ഹോസ്റ്റിങ്ങിന് വേണമെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യേണ്ട ആദ്യ സമയത്ത്. അതായത് നമ്മൾ 6 മണിക്ക് മീറ്റിംഗ് തുടങ്ങുകയാണ്, നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം 6:20 വരെ ആയിരിക്കും മീറ്റിംഗ് എന്നുള്ളത്. എക്സാമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോ മിനിറ്റും ഷെഡ്യൂൾ ആയിരിക്കണം. ഓക്കെ, ഒരു 0 കൺഫ്യൂഷൻ ആയിരിക്കണം, അത്രയും ക്ലാരിറ്റി ആയിരിക്കണം. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:20 വൈൻഡപ്പ് ചെയ്യുന്നത്. അതേപോലെ 6:25 മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:25 ഷാർപ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, 5 മിനിറ്റ് വെൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വളരെ സ്ട്രക്ചറായിട്ട് പോവുക. ഓരോ വീക്കിലും നമുക്ക് ഞങ്ങളുടെയൊക്കെ പിന്നെ വീക്കിലി മീറ്റിംഗ് ഞങ്ങൾ അനലൈസ് ചെയ്യാറുണ്ട്. എത്ര പുതിയ ആളുകൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ജോയിൻ ചെയ്തു, എത്ര പുതിയ ആളുകൾ ഞങ്ങളുടെ ക്ലയൻ്റായിട്ട് വന്നു എന്നതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു ടാർഗറ്റ് വെക്കണം. ഓരോ ആഴ്ചയും നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, എത്ര പുതിയ ആളുകൾ വന്നു, എത്ര ആളുകൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ഇപ്പം നമ്മൾ ഈ മാസത്തെ ടാർഗറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നൗഫലിന് അറിയാമായിരിക്കും എത്രയായിരുന്നു? എത്രയാണ്? 50 അല്ലേ പറഞ്ഞത്? അതെ, 50 ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അല്ലേ. ഇപ്പം ഇതിനു മുമ്പ് കുറച്ച് ആളുകളുടെ 18 ആളുകളുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുക ഇന്ന് 6-ാം തീയതി ആയി. 6-ാം തീയതി ആകുമ്പോൾ 25 ആളുകളായിട്ടില്ലെങ്കിൽ 30-ാം തീയതി 50-ലേക്ക് എത്തില്ല. മാജിക് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, മാജിക് നമ്മൾ സംഭവിപ്പിക്കുന്നതാണ്. മാജിക് നടത്താൻ ഒരാളാണല്ലോ, ഒരു മജീഷ്യൻ ഉണ്ടെങ്കിലല്ലേ മാജിക് നടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മജീഷ്യൻ ആണില്ല എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇതാണ് പറയാനുള്ളത്. അപ്പം ആ ഡേയ്സ് ഇപ്പം ഒന്ന് ഫിക്സ് ചെയ്യോ, ഏതൊക്കെ ഡേയ്സിലാണ് ലീഡേഴ്സ് മീറ്റ്, ഏതൊക്കെ ഡേയ്സിലാണ് റിവ്യൂ മീറ്റിംഗ്, ഇപ്പോൾ ഫിക്സ് ചെയ്തോളൂ പെട്ടെന്ന്. നമ്മളിപ്പോ സെക്കൻഡ് സൺഡേ ലാസ്റ്റ് സൺഡേ ആണ് ഇപ്പോ പിന്നെ ലീഡേഴ്സ് മീറ്റിംഗ് ഉദ്ദേശിച്ചത്. എല്ലാ വീക്കിലും ലീഡേഴ്സ് മീറ്റ് നടന്നിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ആകെ 20 minutes ലീഡേഴ്സ് അതിന് സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. 6 to 6:20 മതി, അല്ലെങ്കിൽ 5:45 to മാക്സിമം ഞാൻ പറയുന്നത് 20 minutes. അങ്ങനെയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അപ്പൊ ഏത് വരെ? 6:10 വരെ. ഓക്കെ, അപ്പൊ 6:10 വരെ മീറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ആര് അതിന്റെ പിന്നെ മീറ്റിംഗ് അജണ്ട എന്ന് ഷെയർ ചെയ്യണം? വെള്ളിയാഴ്ച ഷെയർ ചെയ്യണം. ക്ലിയർ ആണോ? മീറ്റിംഗ് അജണ്ട വെള്ളിയാഴ്ച. അപ്പൊ അതിനൊരു സ്ട്രക്ചർ ആരുണ്ടാക്കും? നൗഫലിനെ ക്രിയേറ്റ് ചെയ്യോ? ഞാൻ ക്രിയേറ്റ് ചെയ്തോളാം, നോട്ട് ചെയ്യട്ടെ. മീറ്റിംഗിന്റെ അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്നൊക്കെയാ റിവ്യൂ മീറ്റിംഗ് നടക്കുക? റിവ്യൂ മീറ്റിംഗ്, അതായത് ഇത് അനലൈസിംഗ് മീറ്റിംഗ് ആണ്. വീക്കിലി ഒരു 20 minutes ഉള്ള. ഇനി റിവ്യൂ മീറ്റിംഗ് വേണം, 2 സ്റ്റാൻഡപ്പ് മീറ്റിംഗ് 5 minute ഉള്ള. ഓൾട്ടർനേറ്റ് ഡേയ്സ് മതിയോ? ഓൾട്ടർനേറ്റ് ഇനി 2 മതി. ആകെ ഒരു വീക്കിൽ 6 മതി, സോറി 3 മതി. അങ്ങനെയാണെങ്കിൽ സൺഡേ കഴിഞ്ഞാൽ ബുധൻ അല്ലേ, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് ബുധൻ, പിന്നെ വ്യാഴം കഴിഞ്ഞ് വെള്ളി അല്ലേ. ബുധൻ വെള്ളി ശനിയായി. ശനി വേണ്ട, ഞായർ മതി. ബുധൻ വെള്ളി. ബുധൻ വെള്ളി ദിവസങ്ങൾ 6:25 മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അത് 6:30 അവസാനിക്കണം. ഓൺലി ലീഡേഴ്സ്. ഓക്കെ, ചുമ്മാ ബുധനും വെള്ളി 5 minutes മീറ്റിംഗ്, ഓൺലി 5 minutes കേട്ടോ.
നൗഫൽ ആ ശ്രദ്ധിക്കുക, 5 മിനിറ്റ്സ്. ആ 5 മിനിറ്റ്സിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ, വൈൻഡ് ഇട്ട് 6:30 കഴിഞ്ഞാൽ വൈൻഡ് ചെയ്യുക, പിന്നെ ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ, എത്ര വലിയ എമർജൻസി കാര്യം ഉണ്ടെങ്കിലും 6:30 നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തോളൂ. ഓക്കെ, അതേപോലെ ലീഡേഴ്സ് മീറ്റും 6:10 ബഷീർ സാർ കേട്ടില്ല? ഓ ബഷീർ സാർ ഇല്ല ഇല്ല പറയാം. ഇല്ല, ഞാൻ റോട്ട് പോലെ ഒരാൾക്ക് വർത്താനം പറഞ്ഞു പോണ കേൾക്കണ സോറി. നടക്കുക. സോറി. ഓക്കെ, അതേപോലെ ലീഡേഴ്സ് മീറ്റ് ശ്രദ്ധിക്കണം നൗഫല്. 6:10 വൈൻഡ് അപ്പ് ആവണം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കാറോ, മുഷിപ്പ് ഫീൽ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ലീഡേഴ്സ് മീറ്റിന് വേണ്ടി കുറേ സമയം പോയി എന്നുള്ള രീതി വരും. ഓക്കെ, 6:10 വൈൻഡ് അപ്പ് ആണ്. അപ്പം അങ്ങനെ സ്ട്രക്ചേർഡ് ആയിരിക്കണം. 1 മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. അതാണ് നമ്മുടെ ചലഞ്ച്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇത്രയും നടന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് നടക്കും. നിങ്ങൾക്ക് 50 ആളുകളിലേക്ക് എത്തും. ചുമ്മാ 50 ആളുകളിലേക്ക് എത്തൂല. 50 ആളുകളിലേക്ക് എത്തണമെങ്കിൽ കറക്റ്റ് അനലൈസിങ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം. ഇതിപ്പോൾ ഒരു ബിസിനസ്സിൽ എന്താണ് ചെയ്യുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഞങ്ങൾ കൺസൾട്ടിങ് കൊടുക്കുന്ന സമയത്ത് ഒരു ബിസിനസ്സിൽ ചെയ്യുന്ന അതേ സംഭവം ബിസിനസ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി നടക്കും. രണ്ടും ഒരേ തിയറിയാ. ഓക്കെ, കോപ്പി ദിസ് ടു യുവർ ബിസിനസ്. നൗഫലാണെങ്കിൽ നൗഫലിന്റെ ബിസിനസ്സിലേക്ക് കോപ്പി ചെയ്യുക, റസാഖ് സാറിന്റെ ബിസിനസ്സിലേക്ക് കോപ്പി ചെയ്യുക, ആരൊക്കെ മുസ്തഫ സാറിന്റെ ബിസിനസ്സിലേക്ക് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്ത് നോക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ആ നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പാർട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാം. ഞങ്ങൾക്ക് ഒരു സിംഗിൾ പോയിന്റ് കൊറി ഒരു സ്കിയോലോയിൽ ആരെങ്കിലും വെക്കും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ മതി, എല്ലാവരോടും ചോദിക്കേണ്ടത്. ശരി, ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത് തരാം. ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം സെറ്റ് ചെയ്ത് തരാം. നൗഫലിനെ റിമൈൻഡ് ചെയ്താൽ മതി. ഓക്കെ. ഇന്നലെ ഇപ്പൊ മീറ്റിംഗിൽ ചർച്ച ചെയ്ത ഒന്ന് അതാണ്. പിന്നെ രണ്ടാമത് ഇപ്പൊ തൽക്കാലം ഒരു ആങ്കറിനെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പെർമനന്റ് ആങ്കർ വരുന്നത് വരെ പുതിയ ആളുകൾ വരുമ്പോ അതിന് സെലക്ട് ചെയ്യാന്നാണ് തീരുമാനിച്ചത് ഇന്നലെ. അപ്പൊ തൽക്കാലം ശരി, ഇപ്പൊ ഒരു ഒരാളെ നമുക്ക് വെച്ചിട്ടുണ്ട്. ആങ്കറിംഗ് റൊട്ടേഷൻ നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആകെ 6 ആങ്കേഴ്സിന് ആവശ്യമുള്ളൂ. ഓൺലി 6 ആങ്കേഴ്സ്. ഓക്കെ, തിങ്കളാഴ്ച ആങ്കറിംഗ് ചെയ്യുന്നവരല്ല തിങ്കളാഴ്ചയും, ചൊവ്വാഴ്ച ആങ്കറിംഗ് ചെയ്യുന്നവരല്ല ചൊവ്വാഴ്ച. ഇതൊക്കെ മുമ്പ് നമ്മൾ അവിടെ ചെയ്ത കാര്യങ്ങളാണല്ലോ. ഓക്കെ, 6 ആങ്കേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ 6 ആങ്കേഴ്സ് നമുക്ക് കിട്ടൂലേ? ഈസിയായിട്ട് കിട്ടും. ഓക്കെ, 6 ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ആണ്. അത് മീറ്റിംഗ് കോർഡിനേറ്റർ ആവാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും കണ്ടെത്തൂ. കാരണം എന്താ അത് അവരുടെ ഒരു ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മുന്നേ നമ്മൾ ഇതിൽ കുറെ ആങ്കറിങ്ങിന് കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ ഇഷ്ടം പോലെ കുട്ടികൾ വന്നിട്ട് അവരൊക്കെ നല്ല രീതിയിൽ അവർക്കൊക്കെ ഇത് ചെയ്യാം. ഞാൻ നാളെ ആർക്കാ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരാൾക്ക് മെസ്സേജ് അയച്ചല്ലോ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അന്ന് നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുത്ത കുട്ടിയിലായിരുന്നോ? അഖിലന്റെ മകള്, അഖില മാമിന്റെ മോളെ. ഞാൻ അഖില മാമിനോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോളെ പങ്കെടുപ്പിക്കാൻ പറ്റും വെച്ചിട്ട്. അങ്ങനത്തെ കുറച്ച് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എനർജി മാറും, സെഷന്റെ എനർജി മാറും. ഓക്കെ, പിന്നെ അതല്ല ഒരു 13 വയസ്സും 15 വയസ്സുള്ള കുട്ടികൾ ഇത് പഠിക്കാൻ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങളെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ മക്കളുടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളോ നിങ്ങൾക്ക് ജോലി തരൂല. ഞാൻ എന്താ എൻ്റെ മോനോട് പറഞ്ഞു, ഈ മാസം നീ ഒരു 100 രൂപ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 100 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം. ക്ലിയർ ആണോ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേണ്ട സ്കില്ലാണ്, പൈസ ഉണ്ടാക്കാനുള്ള സ്കില്ലുകളാണ്. ആ സ്കില്ല് എന്ന് പറയുന്നത് ഈ ആങ്കറിങ്, വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് അറിയാമെന്നല്ല, നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യം വെച്ച് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. എന്ത് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ആളുകളുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഫീൽഡ് എല്ലാ കാലത്തും ഉണ്ടാവും. എത്ര AI വന്നു കഴിഞ്ഞാലും അത്തരം ഫീൽഡുകൾ എന്ത് ചെയ്യും, നിലനിൽക്കുന്ന പറയുന്നത്. ക്ലിയർ ആണോ? എത്ര AI വന്നു കഴിഞ്ഞാൽ അത്തരം ഫീൽഡുകൾ നിലനിൽക്കും. അപ്പോൾ അത് സെയിൽസിലായിക്കോട്ടെ, മാർക്കറ്റിംഗിലായിക്കോട്ടെ, ഹ്യൂമൻ ടച്ചിലെ എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും മനുഷ്യൻ വേണ്ടിവരും. അപ്പൊ അതിന് നിങ്ങൾ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു സെഷനായിട്ട് ഒരു ട്രെയിനിങ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ആങ്കറിങ് ചെയ്യുന്ന ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ മാസം 5000 രൂപ 10000 രൂപ മേടിച്ചു തരാൻ ആൾക്കാർ വരും അല്ലേ? അവർക്ക് ആങ്കറിങ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കിട്ടണ്ടേ? ഓക്കെ, ട്രെയിനിങ് എടുക്കാനുള്ള പ്ലാറ്റ്ഫോം കിട്ടണ്ടേ? ഇന്നിപ്പോ നൗഫൽ സാർ അതിനെ കുറിച്ചിട്ട് അത്രയും നല്ല രീതിയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ്? യു ഹാവ് എ പ്ലാറ്റ്ഫോം ഫോർ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. വിമാജിക്കാன പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ മക്കളെ കൊണ്ടുവരാൻ നോക്കൂ. ഓക്കെ, നിങ്ങളെ മക്കളെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കുട്ടികളെ കൊണ്ടുവരൂ. എത്ര ഒരു 4 സ്കൂളോ 10 സ്കൂളോ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര NSSഉം പിന്നെ ഈ സ്റ്റുഡന്റ് കാഡറ്റും അല്ലേ, ഇതിലൊക്കെ എത്ര ടീച്ചേഴ്സ് ഇല്ലേ? ആ സ്റ്റുഡന്റ് കാഡറ്റിലൊക്കെ ഉള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചാൽ പോരെ? അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ പോരെ? ഇത്ര സ്കൂളുകളുണ്ട്, ഇത്ര സ്കൂൾ NSS ക്യാമ്പും ഇത്ര കാര്യങ്ങൾ നടക്കുന്നില്ല. അവരൊക്കെ രാവിലെ എണീക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളല്ലേ, NSSൽ പങ്കെടുക്കുന്നവർ, സ്റ്റുഡന്റ് കാഡറ്റ് പങ്കെടുത്തു. എന്തുകൊണ്ട് ബി മാജിക്കിന് കൊളാബ് ചെയ്തുകൂടാ? ക്ലിയർ ആണോ?
അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പരിധി ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഏത് ലെവലിലേക്ക് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ സ്റ്റക്ക് ആവുകയാണെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ഐ എം ബിസിനസ് ക്ലാരിറ്റി മെന്റർ. ബിസിനസ് തന്നെയാണ് ശരിക്കും ബി മാജിക്കിൽ ചെയ്യേണ്ടത്. അതായത് ബി മാജിക് പൈസ ഉണ്ടാക്കാന്നല്ല, ബിസിനസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ബി മാജിക്. അത് ചാരിറ്റി ആണെങ്കിൽ പോലും ഒരു ചാരിറ്റി, ഇപ്പോൾ ബഷീർ സാർ നടത്തുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ഒരു ബിസിനസ്സാണ് എന്ന് പറഞ്ഞാൽ അത് പൈസ ഉണ്ടാക്കുന്നല്ല. ഓക്കെ, ബിസിനസ് എന്ന് പറഞ്ഞത് ഒരിക്കലും പൈസ ഉണ്ടാക്കുന്നല്ല. അതിന് റൂളും ഒരു സെറ്റ് ഓഫ് ആക്ഷൻസും അതേപോലെ ഒരു സെറ്റ് ഓഫ് സിസ്റ്റം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിസ്റ്റമുള്ള ഇതായതുകൊണ്ടാണ് ബഷീർ സാറിന്റെ വന്ന് ബഷീർ സാർ ചോദിക്കുക, അവിടെ മീറ്റിംഗ് നടക്കാറില്ലേ ബഷീർ സാർ? റിവ്യൂ മീറ്റിംഗും അനലൈസിംഗ് മീറ്റിംഗും ഡിസ്കഷനും കണ്ടിന്യൂസ് നടക്കില്ലേ? തീർച്ചയായിട്ടും എല്ലാ ആഴ്ച 7 o'clock ഞങ്ങൾ മീറ്റിംഗ് ബുധനാഴ്ച. ഇൻ കേസ് ലീവ് ചോദിക്കുകയാണെങ്കിൽ 100 രൂപ, അർജന്റ് ആണ് 250 രൂപ. ക്ലിയർ ആണോ? അപ്പൊ അത്രയും സ്ട്രക്ചർഡ് ഒരു ബിസിനസ്സിലുള്ള സിസ്റ്റം, ഞാൻ അതാ പറയുന്നത്, ബിസിനസ്സിനായിട്ട് സിസ്റ്റം അല്ല. ബി മാജിക്കിന്റെ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ബി മാജിക്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് 100 ആളുകൾ എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് 100 ആളുകളാക്കാൻ പറ്റും. ക്ലിയർ ആണോ? നൗഫലിന് ബി മാജിക്കിൽ 100 ആളുകളാക്കാൻ പറ്റി കഴിഞ്ഞാൽ ബിസിനസ്സിൽ 100 ആളുകളാക്കാൻ പറ്റും. കാരണം ബി മാജിക്കിൽ 100 ആളുകളാക്കാൻ നിങ്ങൾ ടീം വർക്ക് നടത്തിയിട്ടുണ്ടാവും, അവിടെ മാർക്കറ്റിംഗ് കറക്റ്റ് നടത്തിയിട്ടുണ്ടാവും, സെയിൽസ് കറക്റ്റ് നടത്തിയിട്ടുണ്ടാവും അല്ലേ? ഇതിലേക്ക് ആളെ കൊണ്ടുവന്ന സെയിൽസ് ക്ലോസിംഗ് ആണ്. ഓക്കെ, ഇത് ആളുകളേക്ക് എത്തിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് പിന്നെ ഇതിൽ ട്രെയിനേഴ്സിന് അത് HR ആണ്. ഇവിടെ കറക്റ്റായിട്ട് ചെയ്യുന്നത് അതിൻ്റെ IT ആൻഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് ഫിനാൻസ് കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ അക്കൗണ്ട്സ് ആണ്. എല്ലാ സാധനവും നിങ്ങളോട് കീപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ പ്രാക്ടീസ് ഇറ്റ്. ഇതിനെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇതേവരെ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനല്ല. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു സർ. ശരി, താങ്ക് യു സർ. താങ്ക് യു സർ. പിന്നെ വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്തോളൂ. നമുക്ക് വേണ്ടി നല്ലൊരു അറിവ് ഷെയർ ചെയ്ത നൗഫൽ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബിമാജിക് ഫൗണ്ടേഴ്സ്, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു Nofal. Thank you.